സാർ പ്ലീസ്, എന്റെ പെങ്ങളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. ഇപ്പോഴേ ജപ്തി നടന്നാൽ അത് മുടങ്ങിപ്പോകും. മുടങ്ങട്ടടോ സാർ, ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ഇതുപോലെ വന്ന് കാല് പിടിച്ച് അപേക്ഷിച്ചു. ജപ്തി ഒന്ന് നീട്ടി തരണമെങ്കിൽ പിന്നെ ഇതൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടാ പിന്നെ ആരാവശ്യപ്പെട്ടു? സാർ സാർ വഴി വിട്ട് ഒരു കാര്യത്തിനും കൂട്ടു നിൽക്കുന്ന ആളല്ലായിരുന്നു കൈമള്. ഇന്ന് വരെ സർവീസ് ബുക്കിൽ ഒരു ബ്ലാക്ക് മാർക്കും വരപ്പിക്കാത്ത അയാളെ കോടതി കയറ്റിയ തന്റെ ജപ്തി നടക്കൂല എന്ന് വിചാരിച്ചോ? സാർ, അത്ര വലിയ വിവരക്കേടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. തനിക്കൊക്കെ വിവരം കൂടുതലാ. കാര്യം നടക്കാൻ വേണ്ടി സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെ വരെ കൂട്ടി കൊടുക്കുന്ന കൂട്ടങ്ങളാ. സാർ, കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. താനൊന്ന് ഇറങ്ങി പോടോ. അങ്ങനെ ഇപ്പൊ ഞാൻ ഇറങ്ങി പോകുന്നില്ല. സാറിനെ പോലെ വിവരവും വിദ്യാഭ്യാസം എനിക്കുണ്ട്. ഇതേപോലെ ഒരു കസേരയെ കയറിയിരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ട്. പക്ഷേ ഏതാ ഈ വര നേരെ അല്ലാണ്ടായി പോയി. കൈമൾ സാറിന്റെ ഗുണഗണങ്ങളെ കുറിച്ചൊക്കെ സാറ് പറഞ്ഞില്ലേ? ശരിയാണ്, അങ്ങയുടെ സർവീസ് ബുക്കിൽ ബ്ലാക്ക് മാർക്ക് ഒന്നുമില്ല. പക്ഷെ അങ്ങയുടെ മനസ്സിനകത്ത് ബ്ലാക്ക് മാർക്ക് ഉണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടവനാ. ഒരു കുടുംബം രക്ഷിക്കാൻ വേണ്ടി എനിക്ക് ചില നെറുകെട്ട പരിപാടിക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നു. നിർത്തണോ തന്റെ പ്രസംഗം? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. 5-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നിയമപരമായ ജപ്തി നടപടികൾ നടന്നിരിക്കും. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. മേഡത്തിന് നല്ല മുഹൂർത്തം നോക്കി വിവരം അങ്ങോട്ട് അറിയിച്ചാൽ മതി. ശരി, ഇനിയിപ്പോ രമേശൻ വന്ന് കുട്ടിയെ ഒന്ന് കാണേണ്ട കാര്യമുള്ളൂ. അല്ല, ഞങ്ങൾ തീരുമാനിക്കുന്ന അപ്പഴൊന്നും അവനില്ലേ? എന്നാലും ആ ഒരു ചടങ്ങ് നടക്കട്ടെ, അല്ലേ? ആയിക്കോട്ടെ, അതും വേണല്ലോ. ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, അതും വേണല്ലോ. മകനാ വിഷ്ണുനാരായണൻ. എനിക്കറിയാം, കഴിഞ്ഞ തവണ വന്നപ്പോ കണ്ടതല്ലേ. അപ്പൊ ഞങ്ങളങ്ങ് ഉറപ്പിച്ചു. വിവരങ്ങളൊക്കെ അച്ഛൻ പറയും. വരട്ടെ. ഓ, അങ്ങനെ രേവതിയുടെ കാര്യത്തിൽ ഒരു സമാധാനായി. മേടത്തിലേക്കാ നിശ്ചയിച്ചിരിക്കണേ. സ്വർണത്തിന്റെ കാര്യമൊന്നും അങ്ങനെ എടുത്തു പറഞ്ഞില്ല. വീട് അവൾക്കാണോ എന്ന് മാത്രം ചോദിച്ചു. 3 പേർക്കും കൂടിയാണെന്ന് പറഞ്ഞപ്പോ മറിച്ചൊന്നും ഇങ്ങോട്ട് പറഞ്ഞതുമില്ല. നല്ല ആൾക്കാരാ. ഒന്നും കണ്ടെത്തിയിട്ടില്ല ഞാൻ. ഒക്കെ നിന്നോട് പറയുന്നേ വൃത്തിയുള്ളൂ. നീ ഇതിന് എന്ത് വഴിയാ കാണാൻ പോകുന്നത്? എനിക്കറിയില്ല ഭൈരവ. മകൾക്ക് സ്ത്രീധനം കൊടുക്കാൻ കണ്ടെത്തിയിരിക്കുന്ന ഈ വീടും പറമ്പും കൈവിട്ടു പോവാന്നറിയുമ്പോ ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഏട്ടത്തിമാരുടെ കല്യാണം നടത്താൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തതെന്നറിയുമ്പോ അച്ഛൻ എന്നോട് പൊറുക്കാതിരിക്കില്ല. ഞാൻ എല്ലാ അച്ഛനോട് തുറന്നു പറയാൻ പോവാ. വത്സരവുമുണ്ടു ചാടൊക്കെയും പൂട്ടുവിൻ, യാത്രയ്ക്കു കോപ്പുകൾ ഇന്നൊരുക്കിയിടണം. രാത്രി എന്നോർത്തു പാർത്തിടരുതാരുമേ, ഈത്തം പറഞ്ഞുറങ്ങിടിനാൻ നന്ദനും വൃത്താന്തമൊക്കെ വിയോഗം നിരൂപിച്ചു. എന്തൊക്കെ വിഷ്ണു നീ പറയുന്നത്? അതെടാ, സർവൈശ്വര്യങ്ങൾക്ക് നാഥനായ ഭഗവാൻ വിഷ്ണു. ആ പേര് മാത്രമാണ് എനിക്ക് കുടുംബസ്വത്തായിട്ട് കിട്ടിയത്. കുട്ടിക്കാലത്ത് മുത്തശ്ശിയുടെ മടിയിലിരുന്ന് കേട്ട് തഴമ്പിച്ചതൊക്കെ ഈ ക്ഷേത്രത്തെയും ഇവിടുത്തെ ദേവിയൊക്കെ കുറിച്ചാ. ഏത് ബുദ്ധിമുട്ടിലും എന്നെ സഹായിക്കാൻ ദേവി ഉണ്ടാവും അടിയുറച്ച് വിശ്വസിക്കുന്നവനാ ഞാൻ. അവസാനം ഈ ദേവിയും അമ്പലവും ഒക്കെ പൊന്നുമടത്തുകാർക്ക് അന്യമാവുകയാ. കാരണവന്മാരായിട്ട് ഈ ക്ഷേത്രത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചതൊക്കെ ഇന്ന് വല്ലവന്റെയൊക്കെ ആവുകയാ. ഓർമ്മ വെച്ച നാള് മുതൽ ഈ അമ്പലത്തിൽ വിളക്കൊളുത്തി പ്രാർത്ഥിക്കുന്ന എനിക്കും വേണം ഈ ദേവിയെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെടാ, ഭ്രാന്താന്ന് തന്നെ കൂട്ടിക്കോ. അമ്പലം ഇന്നലെ അടച്ചു. ഇനി അടുത്ത 6 മാസം കഴിഞ്ഞ് നട തുറക്കൂ. ഈ 6 മാസത്തേക്ക് വിഷ്ണുനാരായണൻ ദേവിയോടൊന്ന് കടം ചോദിക്കാൻ പോവാ. ദേവിയുടെ തിരുവാഭരണം. അതെടാ, ഞാൻ എന്റെ കുടുംബക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിക്കാൻ പോവാ. മറ്റാരെക്കാളും ദേവിക്കറിയാം എന്നെ. 6 മാസം കഴിഞ്ഞ് കുംഭം 3-ന് അമ്പലത്തിന് നട തുറക്കുമ്പോ തിരുവാഭരണം ഉള്ളിലുണ്ടായ പോരെ? എന്തൊക്കെ നീ പറയുന്നത്? വേണം ഭൈരവ. ഞാൻ നോക്കിയിട്ട് മറ്റൊരു വഴിയും കാണുന്നില്ല. വീടിന്റെ ജപ്തി എങ്ങനെയും ഒഴിവാക്കണം. ദേവി എന്നോട് പൊറുക്കും, എനിക്കത് ഉറപ്പാ. നേരം കുറെ ആയല്ലോ ഈ ഓട്ടം തുടങ്ങിയിട്ട്. അടുത്ത് അമ്മാവാ ഒന്ന് ചവിട്ടി വിട്. ചായയോ? ചായ ടൗണിലേ കിട്ടൂ. അയ്യോ, പോലീസ്! വണ്ടി തിരിച്ചു വിടറോ? നേരെ പോട്ടെ, വണ്ടി തിരിച്ചു വിടറോ? തിരിക്കട്ടെ, നേരെ പോട്ടെ, നേരെ പോട്ടെ. അയ്യോ, തിരിച്ചു വിടേ.
എന്താണ് ഒരു കള്ളത്തരം? ഇറങ്ങി വാടാ ഇങ്ങോട്ട്. നിന്നെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോടാ? റെയ്ഡോ? എവിടെ? റേസ് സാറിന്റെ 500 മീറ്റർ ഓട്ടം ആർക്കാണ് മറക്കാൻ കഴിയുക സാർ? സ്പോർട്സ് പ്രേമികളാണല്ലേ? അതെ സാർ. എന്താടാ അത്? കാറ്, അതിനുള്ളിൽ എന്താടാ? സീറ്റ്, അതിനകത്തിരിക്കുന്ന എന്താണ്? ഓ സഞ്ചിയാ, ഇതിലടാ പെട്ടി. എന്താടാ വെട്ടി. എന്താണ് ഇതിന്റെ അകത്ത്? ഇത് ഇവന്റെ അച്ഛന്റെ ചിതാഭസ്മാണ് സാർ. എന്താണ് നിന്റെ അച്ഛന്റെ പേര്? ഭൈരവൻ. നിന്റെ പേരെന്താടാ? ഭൈരവൻ. അച്ഛന്റെ മോന്റെ പേരൊന്നോ? ഭൈരവൻ മകൻ ഭൈരവൻ, അത് ഭാസ്കര ഭൈരവൻ, ഇതുവരെ ഭൈരവൻ. ഇതെങ്ങോട്ടാടാ കൊണ്ടുപോകുന്നത്? പണയം വെക്കാൻ. അച്ഛന്റെ ചിതാഭസ്മം പണയം വെക്കുന്നു? അത് പിന്നെ ചിതാഭസ്മം പുഴയിൽ ഒഴുക്കുന്ന ഒരുതരം പണയം വെക്കലല്ലേ സാർ? ഞാൻ നിങ്ങളോട് ലിഫ്റ്റ് ചോദിക്കാൻ നേരി ഇറങ്ങിയതാ. എന്റെ ജീപ്പ് കേടായി. ഏതായാലും നിങ്ങൾ നല്ല കാര്യത്തിൽ പോലെ ഞാൻ തടസ്സപ്പെടുത്തില്ല. പൊയ്ക്കോളൂ. വേണ്ട സാർ, ഞങ്ങൾ സാറിനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കിട്ട് പോവാം. വേണ്ട സാറിന് സ്റ്റേഷനിൽ കൊണ്ടാക്കണം. വേണ്ട ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല സാർ. വേണ്ട വേണം സാർ. വേണ്ട വേണം. വേണ്ട വേണം. വേണ്ട. നിൽക്കൂ. നമ്മൾ സ്പോർട്സ് നടക്കുമ്പോൾ ഓട്ടത്തിനിടയിൽ വെച്ചല്ലേ കണ്ടുമുട്ടി? അതെ സാർ. ഓടുമ്പോ അവർ എന്നെയല്ലേ കണ്ടു, ഞാൻ അവരെ കണ്ടില്ലല്ലോ. പിന്നെ എവിടെ വെച്ചാരെയും കണ്ടത്? ഏതായാലും ഇപ്പൊ കണ്ടില്ലേ. തമ്പുരാനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്താ നീ പറഞ്ഞത്? തിരുവാഭരണാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. വീടിന്റെ ജപ്തി ഒഴിവാക്കാനാണെന്നും കുടുംബവക പണ്ടങ്ങളാണെന്നും പറഞ്ഞു. ഓ. വാ. നമസ്കാരം. വിഷ്ണുനാരായണൻ അല്ലേ? ഇരിക്ക. വേണ്ട, ഞങ്ങൾ നിന്നോളാം. വിവരങ്ങളൊക്കെ ഇയാള് പറഞ്ഞു. വ്യസനിക്കണ്ട. ഒരു നല്ല കാര്യത്തിനല്ലേ. ഉള്ളിൽ കളങ്കല്ലാച്ചാൽ ഒരിടത്തും പരാജയം വരില്ല. ആട്ടെ, ഇപ്പൊ എത്ര വേണം? ഒരു 3 ലക്ഷത്തിനടുത്ത് വേണ്ടി വരും. പൊന്നും പണവുമാ മനുഷ്യനെ മനുഷ്യല്ല ഉണ്ടാക്കണത്. എന്ന് വെച്ച് അതില്ലാച്ചാലും മനുഷ്യല്ല ഉണ്ടാവും. ഒരു പണയപ്പണ്ടായിട്ടല്ല ഞാനിത് വാങ്ങണത്. തരുന്ന പണം തിരിച്ചു കിട്ടില്ല എന്നുള്ള ഭയം കൊണ്ടുമല്ല. തിരിച്ചെടുക്കണമെന്ന് തോന്നലുണ്ടായാലേ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കൂ. അതുകൊണ്ട് മാത്രം തന്നോളൂ. എന്താ എന്തു പറ്റി? എന്താ അമ്മേ? വല്ലാത്തൊരു ഭയം. ഒരു ദുസ്വപ്നം കണ്ടു. ദേവിയുടെ തിരുവാഭരണം മോഷ്ടിക്കപ്പെട്ടു. എന്തൊക്കെയായി പറയണേ? തിരുവാഭരണം മോഷ്ടിക്കേ? വെറുതെ ഓരോന്ന് ഓർത്ത് കിടന്നിട്ടാ. ആ തിരുമേനയുടെ കയ്യിൽ നിന്ന് ശ്രീകോവിലിന്റെ താക്കോല് വാങ്ങിയപ്പോ തൊട്ട് തുടങ്ങിയതാ അച്ഛന്റെ പരിഭ്രമം. ഇനി ആ നട ഒന്ന് തുറന്നു കാണാണ്ട് അച്ഛന് മനസ്സമാധാനം ഉണ്ടാവില്ല മക്കളെ. എന്നാ അതൊന്ന് തുറന്നു നോക്കിയാലോ അമ്മേ? എന്ത് വിവരക്കേടാ പറയണത്? അടച്ച നട തുറക്കേ. അച്ഛന്റെ പരിഭ്രമം കണ്ട് അവള് പറഞ്ഞു പോയതാ. എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുക ആ പണിക്കരും കൂട്ടരും. അങ്ങനെ വല്ലതും ഉണ്ടാവച്ചാൽ പിന്നെ ഞാൻ ഈ ഉത്തരത്തിൽ തൂങ്ങി നിൽക്കേണ്ടാവും. എന്തൊക്കെ ഈ പറയുന്നത്? എന്താ ജപ്തി ഒഴിവാക്കാൻ വല്ല പുതിയ പദ്ധതിയും കണ്ടെത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം, ഞങ്ങളങ്ങ് പോയേക്കാം. ജപ്തി നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. വീട്ടുകാരറിയാതെ പറ്റിച്ച പണിയല്ലേ, അറിയിക്കേണ്ടവരെ നേരത്തെ അറിയിച്ചേക്കണം. വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ടല്ലോ. വേണ്ട സാർ, അതൊന്നും വേണ്ടി വരില്ല. വീട്ടുകാരറിയാതെ പറ്റിച്ച പണിയാ, ശരിയാ. പക്ഷേ അവരെ തെരുവിലിറക്കേണ്ട ഗതികേടൊന്നും പൊന്നുമടത്ത് വിഷ്ണുനാരായണൻ ഉണ്ടാക്കില്ല. മുതലും പലിശയടക്കം ബാങ്കിൽ അടച്ചതിന്റെ രസീത്. ഇനിയിപ്പോ ഒരു സീൻ ഉണ്ടാക്കാതെ കഴിക്കാലോ, അല്ലേ സാർ? ഏട്ടാ, താങ്ങാവുന്നതിലധികം ഭാരം തലയിൽ എടുത്തു വെച്ച് കഴിഞ്ഞില്ലേ? മതി, ഇനി ഏട്ടൻ കഷ്ടപ്പെടരുത്. എന്തൊക്കെയാ നീ പറയണേ? ഏട്ടനല്ലാതെ പിന്നെ ആരാ അതൊക്കെ ചെയ്യണ്ടേ? എന്നിട്ടിപ്പോ എവിടുന്ന് കിട്ടി ഈ പണം? അതൊക്കെ ഏട്ടൻ തരപ്പെടുത്തി. ഒരു കടം തീർക്കാൻ മറ്റൊരു കടം. ഇനി ഇതെങ്ങനെയാ തീർക്കുന്നേ? ഒക്കെ ശരിയാവുന്ന. ഏട്ടൻ ഇതൊന്നൊരു കഷ്ടപ്പാടേ അല്ല. കുറെ കാലായില്ലേ ഈ ഓട്ടം തുടങ്ങിയിട്ട്. ഇനിയും ഓടിയല്ലേ പറ്റൂ. കടങ്ങളെല്ലാം തീർത്ത് ആർഭാടമായിട്ട് നിന്നൊരുത്തന്റെ കൂടെ പറഞ്ഞയച്ചാ പിന്നെ ഈ ഏട്ടന് സ്വസ്ഥത. അതുവരെ ഈ പൊന്നുമടത്ത് വിഷ്ണുനാരായണൻ ഒരു വിശ്രമവും ഇല്ല.